ഹെപ്പറ്റൈറ്റിസ് എ മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളും ഇതിന്റെ പ്രോപ്പറായ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചവർ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞപ്പിത്തം എന്നൊരു കണ്ടീഷൻ പല അസുഖത്തിന്റെ ഭാഗമായിട്ടും വരാം. സോ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്നൊരു വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന മറ്റു പല അസുഖങ്ങളൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ, ഒബ്സ്ട്രക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ ഹിമോലൈറ്റിക് ഹെപ്പറ്റൈറ്റിസ്, മറ്റ് ലിവർ ഇൻഫെക്ഷൻസ്, സിറോസിസ്, ഇങ്ങനത്തെ പല കണ്ടീഷൻസ് മൂലവും നമുക്ക് ഈ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്ത് കയറിയതിനു ശേഷം ഒരു കുറച്ചു ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പനിയും ക്ഷീണവും തലകറക്കവും തലവേദനയും ഒക്കെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതിനുശേഷം പിന്നീട് രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് സിംറ്റംസ് പതിയെ നമുക്ക് കണ്ടുവരും. പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയിലും കണ്ണിന്റെ വെള്ള ഭാഗത്തും നഖങ്ങളിലുമൊക്കെ മഞ്ഞ നിറം കാണുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണവും ഓക്കാനവും ഛർദിലും ഒക്കെ ഇതിൽ കാണാവുന്നതാണ്. വിശപ്പില്ലായ്മയും ഭക്ഷണത്തോടുള്ള വിരക്തിയും ഈ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. മൂത്രത്തിന്റെ കളറ് നല്ല മഞ്ഞയാവുക അല്ലെങ്കിൽ ചുമന്ന നിറത്തിലോ നമുക്ക് വരാം. മലത്തിനൊരു പെയിൽ കളർ അഥവാ ഒരു വെള്ള നിറത്തിലായിരിക്കും മലം കണ്ടുവരുന്നത്. അമിതമായിട്ട് നമുക്ക് ഈ ഒരു ബിലിറുബിന്റെ അളവൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ശരീരത്ത് നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമാണ് ഈ ഒരു മഞ്ഞപ്പിത്തം നമുക്ക് ബാധിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. HAV എന്ന ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക്, അതായത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന്റെ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഇതൊരു ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമാണോ എന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. മഞ്ഞപ്പിത്തം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബിലിറുബിന്റെ ലെവലും അതുപോലെ തന്നെ SGBT, SGOT യുടെ ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. നോർമൽ ബിലിറുബിൻ ലെവൽ എന്ന് പറയുന്നത് 1 mg/dL ആണ്. SGOTയും SGBTയും നമുക്കൊരു 30 to 45 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇരിക്കുവാണെങ്കിൽ നോർമൽ ആണെന്ന് പറയാം. പക്ഷെ മഞ്ഞപ്പിത്തം ബാധിച്ചവരിൽ ഇത് വളരെയധികം ഹൈ ആയിരിക്കും. SGOT, SGBT ഒക്കെ നമുക്ക് ചിലപ്പം 100ഉം 200ഉം ചിലപ്പം 1000, 2000 ഒക്കെ ആയേക്കാം. പക്ഷെ ഇതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ കടന്നു പോവുകയും പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റിലൂടെയും നമുക്ക് ഇത് പതിയെ കുറഞ്ഞു വരുന്നതായിരിക്കും. ഇത്രയും അധികമാകുന്നതുകൊണ്ട് വളരെയധികം പാനിക് ആവേണ്ട ഒരു കാര്യവുമില്ല. ഈ ഒരു മഞ്ഞപ്പിത്തം വരുവാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് വൃത്തിഹീനമായിട്ടുള്ള ഏരിയയിൽ നമ്മൾ താമസിക്കുന്നത് മൂലം ഈ ഒരു വൈറസ് നമുക്ക് മലിനജലത്തിലൂടെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൊതുസ്ഥലങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം നടക്കുകയും അതുവഴിയൊക്കെ നമുക്ക് അത് വെള്ളത്തിൽ ലയിക്കുകയും ആ വെള്ളവുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ആകുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു വൈറസ് നമുക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ കടകളിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പം ഈ ജ്യൂസോ അല്ലെങ്കിൽ നമുക്ക് ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു അസുഖം നമുക്ക് പടർന്നേക്കാം. ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച രോഗിയുമായിട്ട് നമ്മൾ ഇടപെടുന്ന സമയത്തോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം ബാധിച്ചേക്കാം. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലിവറിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾക്കൊരു ഓൾമോസ്റ്റ് ഈ ഒരു അസുഖം മാറാൻ നമുക്കൊരു 15 മുതൽ 1 മാസം വരെ നമുക്ക് സമയം എടുക്കുന്നതാണ്. ചിലർക്ക് അതിൽ കൂടുതൽ സമയം എടുത്തേക്കാം. എന്നാലും ആ ഒരു സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ നമുക്കറിയാം നമ്മുടെ ലിവർ നമ്മുടെ പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ നമുക്ക് ദഹിപ്പിക്കാൻ ലിവറിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ലിവറിനൊരു ഈ ഒരു ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഈ ഫാറ്റും പ്രോട്ടീനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിവറിന് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന സമയത്ത് ലിവർ ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലിവറിന് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മഞ്ഞപ്പിത്തം ബാധിക്കുന്ന സമയത്ത് കൂടുതൽ ഫാറ്റ് അടങ്ങിയതും കൂടുതൽ നോൺ വെജുകളും അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചതും എണ്ണ അടങ്ങിയ പദാർത്ഥങ്ങളും നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ റെഡ് മീറ്റും അതുപോലെ തന്നെ നമുക്ക് എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ അങ്ങനത്തെ ഉള്ളതെല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്.
ചെയ്യാവുന്നതാണ്. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലീൻ മീറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ മീനുകൾ നമുക്ക് കറിയായിട്ട് അധികം എരിവില്ലാതെ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സീ ഫുഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഷെൽ ഫിഷുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഉപ്പടങ്ങിയ പദാർത്ഥങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടതാണ്. സോ ഈ ഒരു ഉപ്പ് നമ്മൾ അധികമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ലിവറിന് പിന്നെയും നീർക്കെട്ട് വരികയും ഈ കംപ്ലൈന്റ് കൂടുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പിന്റെ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കേണ്ടതാണ്. പിന്നെ പഞ്ചസാര അധികമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് അതും നമ്മുടെ ലിവറിനെ അമിതമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പഞ്ചസാരയെ നമ്മൾ ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാം. ഫ്രൂട്ട് ജ്യൂസസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. വെള്ളം ധാരാളമായിട്ട് കുടിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കരിക്കിന്റെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. വേഗം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് പൂർണ്ണമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മദ്യപിക്കുന്ന സമയത്ത് നമുക്കത് ലിവറിന് സ്ട്രെസ് വരികയും നമുക്ക് ഈ ഒരു കണ്ടീഷൻ മറ്റു കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ നമ്മൾ മറ്റു പെയിൻ കില്ലേഴ്സോ ഒന്നും നമുക്ക് എടുക്കാൻ പാടുള്ളതല്ല. കാരണം നമ്മുടെ ലിവറാണ് നമുക്ക് കൂടുതൽ നമ്മുടെ എന്ത് മെഡിസിൻസ് കഴിച്ചാലും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലിവറിന്റെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിങ് നമ്മൾ എടുക്കുവാൻ പാടുള്ളൂ. നമ്മുടെ പരിസരത്തും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചില മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. നമ്മുടെ വീടും പരിസരവും പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കിണർ നമ്മൾ ഇടവേളകൾ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റിക് ടാങ്കും കിണറും ഒരു നിശ്ചിത അകലം ഉള്ളത് തീർച്ചയായിട്ടും പാലിക്കേണ്ടതാണ്. മലിനജലം കെട്ടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു മഞ്ഞപ്പിത്തം പടരുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം തിളപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു 1-2 മിനിറ്റ് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് അത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കുടിക്കേണ്ടതാണ്. അതിലേക്ക് വേറെ തണുത്ത വെള്ളം നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളതല്ല. പഴങ്ങളും പച്ചക്കറികളും യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായി കഴുകി ഒന്നെങ്കിൽ ഉപ്പിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ ഒക്കെ ഇട്ടിട്ട് നല്ല പ്രോപ്പറായിട്ട് കഴുകിയതിനു ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഭക്ഷണം പാകം ചെയ്തതിനു ശേഷം എല്ലാം അടച്ചു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഭക്ഷണം ചൂടോടുകൂടി മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച രോഗികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേറ്റും വസ്ത്രങ്ങളും ഒക്കെ നമ്മൾ പ്രത്യേകം കരുതേണ്ടതാണ്. അവരുമായിട്ട് കോണ്ടാക്ട് നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ നല്ല വൃത്തിയായിട്ട് സോപ്പ് ഇട്ടൊക്കെ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമിൽ അവരെ ഇടുക. അവർക്ക് അവരുടെ ടോയ്ലറ്റും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ഞപ്പിത്തത്തിന് പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് എടുക്കേണ്ടതാണ്. സ്വയം ചികിത്സയും അതുപോലെ തന്നെ ഒറ്റമൂലികളും ഒന്നും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറിവില്ലെങ്കിൽ നമ്മൾ അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തത്തെ കുറിച്ചുള്ള ഒരു അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.